അതായത് ഇത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ അല്ല. ദിസ് ഈസ് ജസ്റ്റ് മേക്ക് ക്ലിയർ. അതായത് പേഷ്യൻ്റ് വരുമ്പോൾ നമ്മളുടെ അടുത്ത്, അതായത് ഏത് ഡോക്ടറാണെങ്കിലും നമ്മളുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് അപ്പോൾ ചിലപ്പോൾ പേഷ്യൻസ് വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഡോക്ടർക്ക് ഇതൊക്കെ, അതായത് ഇതിൻ്റേതായിട്ടുള്ളത് പേഷ്യൻറ്റിൻ്റെ സഫറിങ്സ് ഒക്കെ ഡോക്ടർക്ക് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കും അതെടുക്കുന്നത്, ഡോക്ടർക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും, എത്രമാത്രം ഇത് ഡോക്ടറിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മിക്ക പേഷ്യൻസും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് എന്തായിരിക്കും തോന്നുക, അവർക്ക് സങ്കടം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. കാരണം ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഡോക്ടേഴ്സ് ആയാലും, ഏത് സ്പെഷ്യലിസ്റ്റ് ആയാലും, ഈവൻ MBBS ഡോക്ടർ ആണെങ്കിലും, അതായത് ഇപ്പം അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഏത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു വൈദ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ വൈദ്യൻ എന്ന് പറയുന്ന സമയത്ത് അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ അത്രയും ഒരു കമ്പാഷൻ, അതായത് നമുക്ക് അത്രയും ഒരു പാഷൻ, അത്രയും ഒരു ഇഷ്ടത്തോടുകൂടി ഇതോടുകൂടിയാണ് നമ്മൾ ആ ഒരു പ്രൊഫഷൻ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേഷ്യൻസ് സഫർ ചെയ്യാതിരിക്കുക, എങ്ങനെയെങ്കിലും നമ്മളുടെ പേഷ്യൻ്റ് മാക്സിമം അവരെ നമ്മൾ സഫർ ചെയ്യിക്കാതിരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയാണ്. അപ്പം അവരെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് എപ്പോഴാണ്, പേഷ്യൻ്റ് എങ്ങനെയാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഏറ്റവും കൂടുതൽ അവരെ നമുക്ക് കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്നത്, എത്രയും പെട്ടെന്ന് അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് അവരെ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള അതായത് മെഡിക്കൽ കോളേജിലെ എല്ലാ ഡോക്ടേഴ്സും വളരെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചും, അതായത് ഒരു മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മെൻ്റൽ പ്രഷറൊക്കെ സഹിച്ചിട്ടാണ് അത്രയ്ക്കും ജോലിയൊക്കെ ചെയ്ത് ഡ്യൂട്ടീസൊക്കെ എടുത്തിട്ടാണ് എല്ലാ ഡോക്ടേഴ്സും വരുന്നത്. അപ്പോൾ നമ്മൾ അതായത് അത്രയും വർഷങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മെഡിക്കൽ കോളേജിൽ നമ്മൾ ജോലി ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പേഷ്യൻറ്റിനെ സുഖപ്പെടുത്താൻ വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് എല്ലാ ഡോക്ടേഴ്സും നമ്മളുടെ ഫ്രണ്ടിൽ ഒരു പേഷ്യൻ്റ് സഫർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അപ്പം അതായത് ശ്വാസകോശ സംബന്ധമായ രോഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ശ്വാസമുട്ടൽ വരിക എന്ന് പറയുന്നത് നമുക്ക് പറയുമ്പോൾ പേഷ്യൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. പേഷ്യൻ്റെ ശ്വാസം എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ശ്വാസം എടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി, അതായത് പേഷ്യൻ്റ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരുന്നത് അത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. അപ്പോൾ പേഷ്യൻസ് എന്താ വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡോക്ടേഴ്സിന് ഇത് ഏറ്റവും കൂടുതൽ, അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അവർ സഫർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ കുറിച്ച് ഓർമ്മ വരും. നമ്മളെവിടെയെങ്കിലും, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് മാറി നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പേഷ്യൻ്റ് ഇപ്പം എന്തായി കാണുമ്പോൾ സുഖമായിട്ടുണ്ടാവുമോ, പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും, ഇത്തിരി ബുദ്ധിമുട്ട് മാറുന്നുണ്ടാവുമോ. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും അത് നിരന്തരം നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ടുള്ള പേഷ്യൻസ്, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതായത് നമ്മളുടെ പ്രാർത്ഥനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളുടെ പേഷ്യൻസിനെയാണ് ആദ്യം വെക്കുന്നത്. അപ്പോൾ അതായത് ആദ്യം നമ്മളുടെ പേഷ്യൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എൻ്റെ പേഷ്യൻസ്, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിനെല്ലാം സുഖമാവണേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥനയിലും ഒക്കെ പേഷ്യൻസാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വന്നിട്ട്, അതായത് അവർ ഒരു രോഗാവസ്ഥയിൽ നിന്ന് അവർ റിക്കവറായിട്ട് ബെറ്ററായിട്ട് അവർ നമ്മുടെ അടുത്ത് വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ റിവ്യൂവിന് വരുമ്പം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഫോളോ അപ്പിന് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ആവുന്ന ദിവസം, അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള, അവരെ പോലെ തന്നെ നമുക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ ജോലി നമ്മൾ ചെയ്യുന്നത് തന്നെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നതായാലും ഒക്കെ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് ചിലപ്പം ചില പേഷ്യൻസ് നമ്മൾ പറയുന്ന പോലെ ചിലപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ആയി എന്ന് വരില്ല. ചില പേഷ്യൻസ് നമ്മൾ പറയുമ്പം അവരത് ചിലപ്പോൾ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്, അതായത് നമ്മൾ പേഷ്യൻറ്റിനോട് പറയണം, തീരെ വയ്യാത്ത പേഷ്യൻസൊക്കെ ചിലപ്പോൾ അഡ്മിറ്റ് ആവാൻ പറഞ്ഞാൽ കേൾക്കില്ല. നമ്മളതങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ, ഇത്ര വയ്യാത്ത പേഷ്യൻറ്റിനെ നമ്മൾ വീട്ടിലോട്ട് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ രോഗാവസ്ഥ കൂടും. കാരണം അവർ നമ്മളുടെ അടുത്ത് വരുന്ന ഒരു സമയത്തൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മളുടെ അടുത്ത് വരുന്നത്. ഇൻ കേസ് അവർ അഡ്മിറ്റ് ആവുന്നില്ല, മെഡിസിൻസ് എടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേഴ്സ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത്, അതായത് നമ്മളൊരു സാധാരണ ഒരു റൂമിൽ നമുക്ക് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ രോഗാവസ്ഥ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ICUവിലൊക്കെ ആക്കേണ്ടി വരും. അപ്പോൾ
പേഷ്യൻസ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് ആൻറ്റിസിപ്പേഷനുണ്ട്, ടെൻഷനുണ്ട്. കാരണം അതായത് പേഷ്യൻസ് സുഖമാവുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ പേഷ്യൻസ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ചിലപ്പം ചില പേഷ്യൻസൊക്കെ നമുക്ക് കുറേ കാലങ്ങളായിട്ട് പരിചയമുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് എന്ത് അസുഖം വന്നാലും നമ്മളുടെ അടുത്ത് മാത്രം വരുന്ന കുറച്ച് പേഷ്യൻസ് നമുക്ക് എപ്പോഴും എല്ലാ ഡോക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പേഷ്യൻസ് പെട്ടെന്ന് നമുക്ക് അതായത് അവർ വീണ്ടും വീണ്ടും വരണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ടെൻഷൻ വരും. അതായത് പെട്ടെന്ന് എന്താ ഈ പേഷ്യൻറ്റിനെ പറ്റിയെന്നുള്ളൊരു ടെൻഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ പേഷ്യൻറ്റ് സുഖമായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് നമ്മളുടെ ഒരു വീട്ടിലത്തെ ആൾ നമ്മളെ വീട്ടിലെ ആളെ പോലെയല്ല നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നത്. കാരണം നമുക്ക് പേഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഡിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളുടെ ഒരു ആക്ട്, അതായത് നമ്മൾ ട്രീറ്റ് ചെയ്തത്, നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതി, നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതി, നമ്മൾ അവരെ എങ്ങനെയാണ് നമ്മൾ അവരെ എൻകറേജ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എല്ലാ ഡോക്ടേഴ്സും നിൽക്കുന്നത്. കാരണം ഒരു ഡോക്ടറിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റ് എത്രയും പെട്ടെന്ന് സുഖമാവുക, അവർ സന്തോഷമായിട്ടിരിക്കുക. കാരണം അവർക്ക് ഈ അസുഖം മാറിക്കഴിഞ്ഞിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ലൈഫിൽ. ചിലവർ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ചിലവർ അതായത് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, ഡെയിലി വേജസ് ഉണ്ടാവും. എല്ലാ ദിവസവും ചിലപ്പോൾ ജോലിക്ക് പോയാലേ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ചിലവർ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ എക്സാം എഴുതുന്ന കുട്ടികളുണ്ടാവും. അതുപോലെ അതായത് അതായത് ചിലവർ ഇൻ്റർവ്യൂസിന് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ രോഗം വരുന്ന സമയത്ത് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി അവരുടെ ഒരു ലൈഫ്, അതായത് നോർമൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാ ഡോക്ടേഴ്സിനും വേണ്ടത്. അപ്പം നമ്മൾ ആ സമയത്ത് അപ്പോൾ ഡോക്ടേഴ്സിന് എപ്പോഴും സങ്കടം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സങ്കടം ഉണ്ടാകും. ചില സമയത്ത് നമ്മളുടെ പേഷ്യൻസൊക്കെ ക്രിട്ടിക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ പേഷ്യൻസിനെ കുറിച്ചിട്ടായിരിക്കും ഡോക്ടേഴ്സ് ഓർക്കുന്നത്, അല്ലേ? നമുക്ക് ആ സമയത്ത് നമ്മൾക്കങ്ങനെ ഡോക്ടർക്ക് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആക്കിയിട്ട് സുഖമായി പോയി കിടന്ന് ഉറങ്ങാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം പേഷ്യൻ്റ് ക്രിട്ടിക്കലാണെങ്കിൽ, പേഷ്യൻറ്റിന് വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഉറക്കം വരില്ല. കാരണം നമ്മൾ പല തവണ ചിലപ്പം സിസ്റ്റേഴ്സിനെ വിളിക്കും, ചിലപ്പോൾ പേഷ്യൻസ് അറിയുന്നുണ്ടാവില്ല. സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും ഇപ്പോൾ എങ്ങനെയുണ്ട്, അതായത് വൈറ്റൽസ് എങ്ങനെയുണ്ട്, പേഷ്യൻറ്റിൻ്റെ അതായത് പൾസ് എത്രയുണ്ട്, BP എത്രയുണ്ട്, യൂറിൻ ഔട്ട്പുട്ട് എത്രയുണ്ട്. എല്ലാ ഡോക്ടേഴ്സും പ്രത്യേകിച്ചും സർജൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർജറിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് അതായത് റിക്കവർ ആവുന്നവർ അവർക്കൊരു ടെൻഷൻ കാണും. സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന പേഷ്യൻറ്റിനെ കുറിച്ച് നല്ല ടെൻഷൻ കാണും. അതുപോലെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെയുള്ള പേഷ്യൻ്റ് രാത്രിയിൽ ഇവർക്ക് ശ്വാസമുട്ടൽ കൂടുമോ. ഈവൻ ഇപ്പോൾ നമുക്ക് മഴ പെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ COPD പോലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻ്റ് നമ്മൾ അഡ്മിറ്റ് ആക്കി കഴിയുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ ശ്വാസമുട്ടൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോഴൊക്കെ ഇതാണ് ആലോചിക്കുന്നത്, നമ്മൾ പേഷ്യൻ്റ് കിടക്കുന്നുണ്ടല്ലോ, അഡ്മിറ്റ് ആയിട്ടുണ്ടല്ലോ, അവർക്ക് ശ്വാസം മുട്ടൽ കൂടാൻ ചാൻസ് ഉണ്ടോ, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കും, അവർ ഭക്ഷണം കഴിക്കുമോ, രാത്രിയിൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് കൂടുമോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സിസ്റ്റേഴ്സിനെ, അതായത് നമ്മളുടെ അടുത്ത് നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ രാത്രിയിലില്ലാന്ന് നമ്മൾ പേഷ്യൻറ്റിനെ പറ്റി വാർഡിൽ വിളിച്ച് ചോദിച്ച് അവിടുന്ന് നമ്മളോട് സ്റ്റാഫ് പറയാണ് കുഴപ്പമൊന്നുമില്ല, പേഷ്യൻ്റ് ഓക്കെയാണ്, അവർ ഉറങ്ങി, ശ്വാസം മുട്ടൽ മാറി, അല്ലെങ്കിൽ ഇപ്പം വേറെ വേദനയില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം മാത്രമേ നമുക്ക് സമാധാനം, ഒരു ഡോക്ടർക്ക് അന്നേരം മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ഡോക്ടർക്കും ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് അടുത്ത ദിവസം നമുക്ക് അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ വരുന്നവരെ ഒരു ടെൻഷനാണ്, അവരെ കാണുന്നവരെ നമുക്കൊരു ടെൻഷനാണ്. കാരണം അവർക്ക് മാറിയോ, അവർക്ക് എന്തായി, എപ്പോഴും ഡോക്ടേഴ്സിന് ആ ഒരു ആൻറ്റിസിപ്പേഷൻ കാണും. പക്ഷേ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യത്തില്ല. പേഷ്യൻ്റെ അടുത്ത് നമുക്ക് നമ്മളുടെ ആൻറ്റിസിപ്പേഷൻസ്, നമ്മളുടെ ടെൻഷൻ നമ്മളത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യത്തില്ല. കാരണം നമ്മൾ അവിടെ ടെൻഷൻ എക്സ്പ്രസ് ചെയ്യണം, നമ്മൾക്ക് അവരോടുള്ള ആൻറ്റിസിപ്പേഷൻ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് അതൊരു ബുദ്ധിമുട്ടാണ്. അവർക്ക് നമ്മളോടുള്ള കോൺഫിഡൻസിനെ അത് ബാധിക്കും. നമ്മൾ അത്ര കോൺഫിഡൻ്റ് ആയിട്ടിരുന്നിട്ട് നമ്മൾ അവരോട് സംസാരിച്ചാൽ മാത്രമേ അവർക്കൊരു എൻകറേജ്മെൻ്റ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർ പേഷ്യൻ്റ് വളരെയധികം ഡൗൺ ആയിപ്പോൾ. അപ്പോൾ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ സംസാരം കേട്ടിട്ട് പേഷ്യൻ്റ് ഒരിക്കലും വിചാരിക്കരുത് ഇത് ഡോക്ടറിനെ അഫക്റ്റ് ചെയ്യില്ല. ഡോക്ടറെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഡോക്ടർ എപ്പോഴും ആലോചിക്കും, നിങ്ങളുടെ പേഷ്യൻസിനെ കുറിച്ച് എപ്പോഴും ഡോക്ടേഴ്സ് എല്ലാവരും ആലോചിക്കും. എപ്പോഴും പേഷ്യൻസിന് എന്തായി, സുഖമായോ, നമ്മൾ മാത്രമല്ല, ഡോക്ടേഴ്സ് മാത്രമല്ല, സിസ്റ്റേഴ്സ് ആലോചിക്കും, ഹോസ്പിറ്റൽ സ്റ്റാഫ്സ് എപ്പോഴും, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയാലും നമ്മൾ വീട്ടിൽ ചെന്നിട്ടും അസുഖം മാറിയിട്ടുണ്ടാവുമോ, സന്തോഷമായിട്ടിരിക്കുമോ,
നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലിൽ, സ്റ്റാഫ്, ഡോക്ടേഴ്സ് എല്ലാവരും. അപ്പോൾ പേഷ്യൻസ് എന്നുള്ള രീതിയിൽ ഇപ്പം നെക്സ്റ്റ് ടൈം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അത് അറിയണം. കാരണം നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെക്കാട്ടി ടെൻഷനുണ്ട് ഡോക്ടറിന്. കാരണം നമ്മളുടെ ഒരു ജോലിയാണ്, നമ്മളുടെ കർമ്മമാണ് ഇവർക്ക്, നമ്മളുടെ ധർമ്മമാണ് ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ ധർമ്മമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം കൃത്യസമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ ലെവൽ, നമ്മളുടെ ബെസ്റ്റ് രീതിയിലാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മളുടെ കയ്യിലല്ല, ചില കാര്യങ്ങൾ നമ്മളുടെ കയ്യിലല്ലാത്ത കാര്യങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന സമയത്തും ഡോക്ടേഴ്സിന് എപ്പോഴും പേഷ്യൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും. അതായത് അങ്ങനെ ഒരു പേഷ്യൻറ്റ് വയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ പേഷ്യൻസിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എപ്പോഴും, അതായത് ഡോക്ടേഴ്സിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡും ഇവിടെ പേഷ്യൻസ് എല്ലാവരും എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്.